ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ 8ാമത്തെ സെഷനാണ് കേട്ടോ. അതായത് ഏറ്റവും ലാസ്റ്റ് സെഷൻ ഇതാണ്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഫാബേഷ്യ, അതേപോലെ സൊലാനേഷ്യ, ലിലിയേഷ്യ, ഈ 3 ഫാമിലിയിലുള്ള പ്ലാന്റ്സിന്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ ഫാബേഷ്യയാണ്. ദിസ് ഫാമിലി വാസ് ഏർലിയർ കോൾഡ് ആസ് പാപ്പിലിയോനോയിഡെ. ഈ ഫാബേഷ്യ എന്ന ഫാമിലി പണ്ട് പാപ്പിലിയോനോയിഡെ എന്ന ഫാമിലി ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അത് ലെഗ്യുമിനേഷ്യ ഫാമിലിയുടെ ഒരു സബ് ഫാമിലിയാണ് ഈ പറയുന്ന പാപ്പിലിയോനോയിഡെ. അതിനെ ഇന്ന് പറയുന്നതാണ് ഫാബേഷ്യ എന്ന നെയിമിൽ കേട്ടോ. ഇത് ലോകത്ത് എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റ് ആണ്. അത് ഇന്ന ഹാബിറ്റാറ്റിൽ മാത്രം എന്നില്ല, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ വേൾഡ്. അതിന്റെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കിയാൽ ഈ തരത്തിലുള്ള പ്ലാന്റ്സ് ട്രീസ് ആയിട്ടും ഷ്രബ്സ് ആയിട്ടും ഹെർബ്സ് ആയിട്ടും ഒക്കെ കാണാറുണ്ട്. ഓക്കെ, ഹെർബ്സ് ഫോമിലും ഷ്രബ്സും ട്രീസും, അതായത് ഈ ഒരു ഫാമിലിയിൽ പുല്ലുവർഗ്ഗങ്ങളും കുറ്റിച്ചെടികളും അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഇതിന്റെ റൂട്ടിന് റൂട്ട് നൊഡ്യൂൾ ഉണ്ട് കേട്ടോ. റൂട്ട് നൊഡ്യൂൾ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഫാബേഷ്യയുടെ. ഈ റൂട്ട് നൊഡ്യൂളിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള റൈസോബിയം പ്രസന്റ് ആണ്. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ റൈസോബിയം ഇൻഹാബിറ്റ് ചെയ്യുന്നതാണ് ഈ ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ഫാബേഷ്യ ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സിന്റെ റൂട്ട് നൊഡ്യൂളിൽ. ഇനി ഇതിന്റെ സ്റ്റെമ്മിന്റെ ക്യാരക്ടർ നോക്കിയാൽ ഒന്നുപോലെ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ക്ലൈംബിംഗ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആയിട്ടും കാണാറുണ്ട് അതിന്റെ സ്റ്റെം. ലീവ്സ് വന്നിട്ട് ഓൾട്ടർനേറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആയിരിക്കും സ്റ്റെമ്മിൽ ലീഫിന്. അതായത് ഒരു നോഡിൽ നിന്ന് ഒറ്റ ലീഫ് മാത്രമേ അറേഞ്ച് ചെയ്യുള്ളൂ. അതേപോലെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സും ഇവർ കാണിക്കാറുണ്ട് കേട്ടോ. പിന്നേറ്റ്ലി കോമ്പൗണ്ട് അല്ലെങ്കിൽ സിമ്പിൾ ടൈപ്പ് ഓഫ് ലീവ്സും ഇവർ കാണിക്കാറുണ്ട്. ലീഫ് ബേസ് വന്ന് പൾവിനേറ്റ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് പൾവിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലീഫ് ബേസ് സ്വെല്ലൻ ആയിട്ടിരിക്കുന്നതിനെയാണ് പൾവിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു പൾവിനേറ്റ് ലീഫ് ബേസ് ഈസ് പ്രസന്റ് ഇൻ ദ പീ പ്ലാന്റ് എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. പീ പ്ലാന്റ് ഒക്കെ ഈ ഫാബേഷ്യയിൽ വരുന്നതാണ്. അപ്പോൾ ലീഫ് ബേസ് ഇതിന്റെ പൾവിനേറ്റ് ആണ്. അതേപോലെ ഇവർക്ക് സ്റ്റിപ്യൂൾസ് ഉണ്ട്. സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീറ്റിയോൾ, അതായത് ആ ലീഫിന്റെ സ്റ്റോക്കിന്റെ ബേസ് റീജിയനിൽ 2 ലീഫ് ഉണ്ടാവുന്നതിനെയാണ്, കുഞ്ഞ് ലീഫ്ലെറ്റ്സ് ഉണ്ടാവുന്നതിനെയാണ് സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റിപ്പുലേറ്റ് ലീവ്സ് ആണ് ഇവർക്ക് ഉണ്ടാവുക. അതേപോലെ ഇതൊരു ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ് ആയതുകൊണ്ട് വീനേഷൻ വന്നിട്ട് റെറ്റിക്കുലേറ്റ് ടൈപ്പ് ഓഫ് വീനേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ഫ്ലവറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫ്ലവറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഇത് ഇൻഫ്ലോറസൻസ് കാണിക്കുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ, അതായത് പ്ലാന്റ് ആണ്. പൂക്കുലകളായിട്ടാണ് അതിന്റെ പൂക്കൾ ഉണ്ടാവുക. റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഫ്ലോറൽ ടിപ്പ്, അതായത് ഫ്ലോറൽ അപ്പെക്സ് ഉണ്ടല്ലോ, അതായത് ഇൻഫ്ലോറസൻസിന്റെ അപ്പെക്സ് റീജിയൻ, ആ അപ്പെക്സ് റീജിയൻ ഒരിക്കലും ഒരു ഫ്ലവറിൽ എൻഡ് ചെയ്യല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്ന അക്രോപീറ്റൽ സക്സഷനിലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എങ്ങനെയാണ്. ഇനി അതിന്റെ ഫ്ലവർ ബൈസെക്ഷൽ ഫ്ലവർ ആയിരിക്കും. ബഡ് പോളിനേഷൻ ആണ് സാധാരണയായിട്ട് ഇതിനകത്ത് നടക്കുന്നത് കേട്ടോ. ബഡ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പോളിനേഷൻ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ ആണ് സാധാരണയായിട്ട് ഈ ഫ്ലവേഴ്സിൽ കാണാം. ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആയിരിക്കും. അതേപോലെ ഇത് സൈഗോമോർഫിക് ആയിരിക്കും. സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഫ്ലവറിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഒരൊറ്റ പ്ലെയിനിൽ കൂടെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരൊറ്റ പ്ലെയിനിൽ കൂടെ മാത്രം സെന്റർ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഡിവിഷൻ മാത്രമാണ് ഇത് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിന്റെ കാലിക്സിന്റെ ക്യാരക്ടർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഫ്ലവർ ബ്രാക്റ്റേറ്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഇതിന് ബ്രാക്റ്റ് ഉണ്ട്. ഫ്ലവറിന്റെ പെഡിസലിന്റെ ബേസ് റീജിയനിൽ നമുക്ക് ലീഫ് സ്ട്രക്ചർ കാണാം. അതുകൊണ്ടാണ് ഇതിനെ ബ്രാക്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ബ്രാക്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന BR കൊണ്ടാണ്. നെക്സ്റ്റ് കാലിക്സ്. കാലിക്സ് എന്ന് പറയുന്നത് അതിന്റെ സെപ്പൽസ്. ഇവർക്ക് 5 സെപ്പൽസ് ആണുള്ളത്. അത് ഗ്യാമോസെപ്പലസ് കണ്ടീഷനിലാണ് കാണുക. കണ്ടോ, ഇതുണ്ട്, ഇതിന്റെ സെപ്പൽസ് ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് ഗ്യാമോസെപ്പലസ് ആണ്. ഫ്യൂസ് ചെയ്ത രീതിയിലാണ് ഇതിന്റെ സെപ്പൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് അറേഞ്ച് ചെയ്തേക്കുന്ന വാൽവേറ്റ് അല്ലെങ്കിൽ ഇംബ്രിക്കേറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിവേഷൻ ആണ് കേട്ടോ. ഒന്നുപോലെ ഇത് വാൽവേറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇംബ്രിക്കേറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിവേഷൻ ആയിരിക്കും. ഇതാണ് അതിന്റെ മദർ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ സെപ്പൽസ് വന്നിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് ഗ്യാമോസെപ്പലസ് കണ്ടീഷനിലാണ്. സെപ്പൽസ് ഫ്യൂസ് ചെയ്ത രീതിയിലാണ് കാണുന്നത്. അതേപോലെ തന്നെ അത് ഓവർലാപ്പ് ഇല്ല. ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കില്ല ഓവർലാപ്പ് ചെയ്യുന്നത്. ഓവർലാപ്പ് ചെയ്യാത്തതിന് നമ്മൾ വാൽവേറ്റ് എസ്റ്റിവേഷനും ഒരു ഓർഡർ ഇല്ലാതെ ഓവർലാപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ എന്നുമാണ് പറയാം. അപ്പൊ വാൽവേറ്റ് എസ്റ്റിവേഷനും ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷനും രണ്ടും കാണിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഫ്ലവേഴ്സ്.
നെക്സ്റ്റ് വൺ കൊറോള. കൊറോള എന്ന് പറയുന്ന അതിന്റെ പെറ്റൽസ് ആണ്, 5 പെറ്റൽസ് ആണ് ഇവർക്കുള്ളത്. പെറ്റൽസ് ആണ്, അതായത് സോറി, പോളിപെറ്റലസ് കണ്ടീഷൻ ആണ്. അതായത് ഇവരുടെ പെറ്റൽസ് ഫ്യൂസ് ചെയ്തിട്ടല്ല കാണുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ്. നമ്മളിങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അതാ ഇത് 2 പെറ്റൽ, ഇത് 2 പെറ്റൽ, അങ്ങനെ ഇങ്ങനെ രണ്ട് പെറ്റൽസ്, നമുക്ക് ഓരോ പെറ്റൽസ് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നും കീറി എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ അടർത്തി എടുത്താൽ തന്നെ ഓരോ പെറ്റലായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അതിന് പോളിപെറ്റലസ് കണ്ടീഷൻ എന്ന് പറയാനുള്ള കാരണം. പെറ്റൽസ് 5 ആണ്, പോളിപെറ്റലസ് ആണ്, പാപ്പിലിയോനേഷ്യസ് ആണ്. പാപ്പിലിയോനേഷ്യസ് ടൈപ്പ് ഓഫ് ഇതാണ്, പെറ്റൽസ് ആണ്. പാപ്പിലിയോനേഷ്യസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് വിങ് കീൽ പെറ്റൽ, അതിനെയാണ് പാപ്പിലിയോനേഷ്യസ് ടൈപ്പ് ഓഫ് പെറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ആ പാപ്പിലിയോനേഷ്യസ് പെറ്റലിൽ കൺസിസ്റ്റ് ചെയ്യുന്ന എ സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 lateral wing petal and 2 anterior one forming a keel. ഓക്കെ, ആ കീലിന്റെ ഉള്ളിൽ ഇതായത് നോക്കിക്കേ, ഇതാണ് സ്റ്റാൻഡേർഡ് പെറ്റല്, ഇതാണ് വിങ് പെറ്റല്, ഇതാണ് കീൽ പെറ്റല്. ഈ കീൽ പെറ്റല് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് കാണുന്നത്. ഈ കീൽ പെറ്റലിന്റെ ഉള്ളിലാണ് സ്റ്റേമനും പിസ്റ്റിലും എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കീൽ പെറ്റലിന്റെ ഉൾഭാഗത്തായിട്ടായിരിക്കും സ്റ്റേമനും പിസ്റ്റിലും വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് പെറ്റല്, ഇത് രണ്ടുമാണ് ഇതിന്റെ വിങ് പെറ്റല്, ഇതാണ് ഇതിന്റെ കീൽ പെറ്റൽ അറ്റാച്ച് ചെയ്ത രീതിയിലായിരിക്കും കാണുന്നത്. കീൽ പെറ്റലിന്റെ ഉള്ളിലാണ് എന്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ തരത്തിലുള്ള അറേഞ്ച്മെന്റിന് നമ്മൾ വെക്സിലറി എയ്സ്റ്റിവേഷൻ എന്നാണ് പറയാം. ഈ തരത്തിലുള്ള അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന വെക്സിലറി എയ്സ്റ്റിവേഷൻ എന്നാണ് പറയാം. ഇനി ഇതിന്റെ ആൻഡ്രീഷ്യം വന്നിട്ട് 10 സ്റ്റേമൻ ആണ് അതിനകത്തുള്ളത്. ഈ 10 സ്റ്റേമൻ ഡൈ അഡൽഫസ് കണ്ടീഷനിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 2 ബണ്ടിൽസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇത് 9 എണ്ണം കൂടി പിടിച്ച് ഒരു ബണ്ടില്, പിന്നെ ഒരെണ്ണം സെപ്പറേറ്റ്, അങ്ങനെ ഡൈ അഡൽഫസ് കണ്ടീഷനിലായിരിക്കും ഇത് കാണുന്നത്. അതേപോലെ തന്നെ ആന്തർ വന്നിട്ട് ബൈലോബ്ഡ് ഡൈതീക്കസ് ആന്തർ ആയിരിക്കും. ഓരോ ആന്തറിന്റെ ഉള്ളിൽ 2 ലോബും ഉണ്ടാവും, ഓരോ ലോബിന്റെ ഉള്ളിൽ 2 ചേമ്പേഴ്സും ഉണ്ടാവും. അതാണ് ബൈലോബ്ഡ് ഡൈതീക്കസ്. അങ്ങനത്തെ ആന്തറിന്റെ ഉള്ളിൽ 4 പൊളൻസ് അല്ലെങ്കിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ അതിന്റെ ഓവറിയാണ്. ഗൈനീഷ്യം ഓവറി സുപ്പീരിയർ ആണ് കേട്ടോ, ഇതിന് സുപ്പീരിയർ ഓവറിയാണ്. മോണോ കാർപ്പലറിയാണ്, സിംഗിൾ കാർപ്പലാണ് ഉള്ളൂ. യുണിലോക്കുലാർ ആണ് വിത്ത് മെനി ഒവ്യൂൾ. യുണിലോക്കുലാർ എന്ന് പറഞ്ഞാൽ ഓവറി ഒറ്റ ചേമ്പർ ആയിട്ടാണ് കാണുന്നത്, സെപ്പറേറ്റ് ഒന്നും ആവുന്നില്ല. യുണിലോക്കുലാർ എന്ന് പറയുന്ന ഓവറി ഒറ്റ ചേമ്പർ ആയിട്ടാണ് കാണുന്നത്. മോണോ കാർപ്പലറി സിംഗിൾ ഓവറിയാണ് ഗൈനീഷ്യത്തിലുള്ളൂ, അത് ഒരു ചേമ്പർ ആയിട്ടാണ് കാണുന്നത്. ആ ഒരു ചേമ്പറിനകത്ത് ഒരുപാട് ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റൈലും സ്റ്റിഗ്മയായിട്ട് കണക്റ്റഡ് ആണ് ഓവറി വന്നിട്ട് കേട്ടോ. ഈ ഒവ്യൂൾസ് കാണിക്കുന്നത് മാർജിനൽ പ്ലാസന്റേഷൻ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. സാധാരണയായിട്ട് മാർജിനൽ പ്ലാസന്റേഷൻ ആണ് ജനറലി ഇത് കാണിക്കുന്ന പ്ലാസന്റേഷൻ. നമ്മൾ പഠിച്ചല്ലോ, പീ പ്ലാന്റിൽ മാർജിനൽ പ്ലാസന്റേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫ്രൂട്ട് വന്ന് ലെഗ്യൂം ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ആണ്. എന്താണ് ലെഗ്യൂം ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എന്നറിയോ? ഇപ്പോൾ ഇതിന്റെ ഫ്രൂട്ട്, ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീഹിയ ഒരു പീ പ്ലാന്റ് വരച്ചത്, ഫ്രൂട്ട് വരച്ചത് എങ്ങനെയായിരിക്കും ഇരിക്കുക അല്ലെ? ഇതിനകത്ത് ഇപ്പുറത്തും ഒരു സച്ചർ ഉണ്ടാവും, ഇപ്പുറത്തും ഒരു സച്ചർ ഉണ്ടാവും അല്ലെ? നമുക്ക് ആ ഒരു പയറിന്റെ ഒരു ഫ്രൂട്ട് എടുത്ത് നോക്കി, അല്ലെങ്കിൽ ഒരു പയർ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വര ഉണ്ടാവും, അതുപോലെ ഇവിടെ ഒരു വര ഉണ്ടാവും. ഒരു വരയിലേക്ക് അറ്റാച്ച് ചെയ്ത ആണ് അതിന്റെ പ്ലാസന്റ കാണുക, അവിടെയാണ് അതിന്റെ സീഡ്സ് കാണുക. അതിന്റെ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് ഉണങ്ങിയ ഡ്രൈ ഫ്രൂട്ടാണ്. അത് ഡ്രൈ ഫ്രൂട്ടാണ് ഇതിനകത്ത് കാണാം. അതേപോലെ അതിന് 2 ലൈൻ ഓഫ് ഡെഹിസൻസ് ഉണ്ട്. ഈ ഭാഗത്തൂടെയും പൊട്ടിപ്പോവാം, ഈ ഭാഗത്തൂടെയും പൊട്ടിപ്പോവാം. അത് ആ പ്ലാന്റിൽ തന്നെ നിന്ന് ഉണങ്ങി തനിയെ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2 ലൈനിൽ കൂടി അത് പൊട്ടിപ്പോവാം. അങ്ങനത്തെ തരത്തിലുള്ള ഫ്രൂട്ടിനെയാണ് നമ്മൾ ലെഗ്യൂം ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് സീഡ് 1 മുതൽ ഒരുപാട് സീഡ്സ് ഉണ്ടാവും. അത് നോൺ എൻഡോസ്പെർമിക് സീഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോൺ എൻഡോസ്പെർമിക് സീഡ്സ് ആയിരിക്കും, എൻഡോസ്പെർം ഒന്നും അതിനകത്ത് റിമെയിൻ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി അതിന്റെ ഫ്ലോറൽ ഫോർമുല നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഷോ സൈഗോമോർഫിക് സിമെട്രി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഓൺലൈന് BR ഇടാം കേട്ടോ. സൈഗോമോർഫിക് സിമെട്രി ആണ്, അതാണ് പെർസെൻറ്റേജ് കൊണ്ട് കാണിക്കുന്നത്. ദേ ആർ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, അതാണ് ദൈ കാണിക്കുന്ന സൈൻ. അതിന്റെ കാലിക്സ് ഫ്യൂസ്ഡ് ആണ്, ഗ്യാമോസെപ്പലസ് കണ്ടീഷൻ ആണ്, 5 എണ്ണാണ് ഉള്ളത്, അതാണ് ദൈ കാണിച്ചേക്കുന്നത്. കൊറോള വന്നിട്ട് 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽസ്, 2 ഫ്യൂസ്ഡ് കീൽ പെറ്റൽ, അതാണ് ദൈ കാണിച്ചേക്കുന്നത്. സോ 1 + 2 + 2 ഇൻ ബ്രാക്കറ്റ് കൊറോള. ആൻഡ്രീഷ്യം 9+1 അറേഞ്ച്മെന്റ് ആണ്,
ഡൈഅഡൽഫസ് കണ്ടീഷനാണ്, അതിനകത്ത് 9 ഫ്യൂസ്ഡ് ഫോമിലാണ് കാണുന്നത്. സോ ഹിയർ ആൻഡ്രീഷ്യം ഇറ്റ് ഈസ് ഡൈഅഡൽഫസ് കണ്ടീഷൻ, 9+1 അറേഞ്ച്മെന്റ്, 9 ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് ടുഗദർ. ഗൈനീഷ്യം സിംഗിൾ കാർപ്പലാണുള്ളത്, അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ 1 എന്ന് പറയുന്നത്. ഗൈനീഷ്യം സുപ്പീരിയർ ആണ് ഇവർക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫ്ലോറൽ ഫോർമുല ഓഫ് ദിസ് പർട്ടിക്കുലർ പ്ലാന്റ്. ഇനി ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. മെനി പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ ഫാമിലി ആർ സോഴ്സ് ഓഫ് പൾസസ്. നമുക്കറിയാം ഒരുപാട് പ്ലാന്റ് ഈ ഗ്രൂപ്പിൽ വരുന്ന ഒരുപാട് പൾസസ് നമുക്കറിയാം അല്ലെ. ഗ്രാം, അർഹർ, അതേപോലെ സെം, മൂങ്, സോയാബീൻ, ഇതൊക്കെ നമ്മൾ പൾസസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാംസ് ആണ് കേട്ടോ. അതേപോലെ എഡിബിൾ ഓയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോയാബീന്റെയും ഗ്രൗണ്ട് നട്ടിന്റെ ഓയിൽ എടുക്കുന്നുണ്ട്. അതല്ലാതെ അത് നമ്മൾ ഇതായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡിനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സോയാബീൻ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഗ്രൗണ്ട് നട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൈക്ക് വേണ്ടിയിട്ട്, അതായത് കളറിന് വേണ്ടിയിട്ട് ഇൻഡിഗോഫെറ എന്ന ഫാബേഷ്യ ഫാമിലിയിലെ ഒരു പ്ലാന്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഫൈബേഴ്സിന് വേണ്ടിയിട്ട് സൺ ഹെംപ് എന്ന പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോഡർ ആയിട്ട് സെസ്ബാനിയ ട്രൈഫോളിയം, അതായത് ഡയറി ഫാമിലൊക്കെ വളർത്തുന്ന ആനിമലിന്റെ ഫുഡിന് വേണ്ടിയിട്ട് സെസ്ബാനിയ, ട്രൈഫോളിയം എന്നീ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ട് ല്യൂപ്പിൻ, സ്വീറ്റ് പീ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മുളാത്തി എന്ന പ്ലാന്റ് ആണ്. ഈ എക്സാമ്പിൾസ് ഇതൊക്കെ ഓരോ എക്സാമ്പിൾസുമാണ്. ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് ഫാബേഷ്യ എന്ന ഫാമിലിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. Description of some important families. Fabaceae. This family was earlier called Papilionoidae, a subfamily of family Leguminosae. It is distributed all over the world. Vegetative characters: trees, shrubs, herbs, root with root nodules, stem erect or climbers, leaves alternate, pinnately compound or simple, leaf base is pulvinate, stipulate, venation is reticulate. Floral characteristic features, if we see, inflorescence is racemose type of inflorescence, flowers are bisexual zygomorphic, calyx, sepals 5, gamosepalous, valvate or imbricate type of aestivation, corolla, petals 5, polypetalous condition, papilionaceous type of corolla consisting of a posterior standard, 2 lateral wings, 2 anterior one forming a keel enclosing the stamen and pistil, vexillary aestivation. Andrecium 10 diadelphous, anther dithecus. Gynoecium ovary superior, monocarpellary, unilocular with many ovules, style single. And we can see here this show the placentation, marginal placentation. Fruit is legume, seed 1 to many, non-endospermic seed. Floral formula is this one. Okay, economic importance. Many plants belonging to the family are sources of pulses, or that is gram, arhar, sem, moong, soybean, edible oil, soybean, groundnut, dye, indigofera, fibers, sun hemp, fodder, sesbania, trifolium, ornamentals, lupin, sweet pea, medicine, muliati. These are the economic importance of this particular family. ഇനി നെക്സ്റ്റ് നമുക്ക് സൊലാനേഷ്യ പഠിക്കാം. ഇനി നമ്മളിവിടെ പഠിക്കുന്ന സൊലാനേഷ്യ ഫാമിലിയാണ് കേട്ടോ. സൊലാനേഷ്യ ഫാമിലി ഒരു ലാർജ് ഫാമിലിയാണ്. അതിന് കോമൺലി പൊട്ടറ്റോ ഫാമിലി എന്നാണ് പറയുന്നത്. കാരണം പൊട്ടറ്റോ ഒക്കെ വരുന്നത് ഈ സൊലാനേഷ്യ ഫാമിലിയിലാണ്. അതുപോലെ ഇത് ട്രോപ്പിക് റീജിയനിലും സബ് ട്രോപ്പിക് റീജിയനിലും ഈവൻ ടെമ്പറേറ്റ് സോണിലും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണുന്ന ഒരു പ്ലാന്റ് ആണ് സൊലാനേഷ്യ ഫാമിലിയിലുള്ള പ്ലാന്റ്. ഇതിന്റെ വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കിയാൽ മോസ്റ്റ്ലി ഇത് ഹെർബ്സും ഷ്രബ്സും ആണ്. വളരെ ചെറിയ പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ പുൽച്ചെടി പോലത്തെ ആയിട്ട് ഇത് കാണാറുള്ളൂ. വളരെ റെയർ ആയിട്ടാണ് ഇത് ചെറിയ ട്രീസ് ആയിട്ട് പോലും കാണുന്നത് കേട്ടോ. സ്റ്റെം വന്ന് ഹെർബേഷ്യസ് സ്റ്റെം ആണ്. റെയർലി വുഡി സ്റ്റെം ഉണ്ടാവുക, അതായത് ഒരു പുല്ല് പോലത്തെ അല്ലെങ്കിൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഏരിയൽ സ്റ്റെം ഇറക്റ്റ് ആയിട്ട് കാണും. ഏരിയൽ സ്റ്റെം എന്ന് പറഞ്ഞാൽ മേലേക്ക് പൊങ്ങിപ്പോകുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണെങ്കിൽ അത് ഇറക്റ്റ് ആയിട്ടായിരിക്കും കാണാം, അല്ലാണ്ട് ക്ലൈംബേഴ്സോ ആയിട്ടൊന്നും കാണാറില്ല. സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും അതിന്റെ സ്റ്റെം ഇരിക്കുന്നത്, ബ്രാഞ്ച്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ സോളിഡ് ആയിരിക്കും അതിന്റെ സ്റ്റെം വന്നിട്ട്, സോളിഡ് സ്റ്റെം ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതേപോലെ അതിന്റെ ഉള്ളിൽ വന്നിട്ട് സോളിഡ് അല്ലെങ്കിൽ ഹോളോ സ്ട്രക്ചർ ഉണ്ടാവും കേട്ടോ. സോളിഡ് അല്ലെങ്കിൽ ഹോളോ സ്ട്രക്ചർ ഉണ്ടാവും.
അതേപോലെ സ്റ്റെം വന്നിട്ട് ഹെയറി അല്ലെങ്കിൽ ഗ്ലാബ്രസ് ആയിരിക്കും. അതിന്റെ സ്റ്റെമ്മിന്റെ പുറത്തുകൂടെ ചെറിയ ഹെയറി ചെറിയ ചെറിയ രോമങ്ങൾ പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഇതിന് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും ഉണ്ട്, ലൈക്ക് പൊട്ടാറ്റോ. സൊളാനം ട്യൂബറോസത്തില് നമുക്കറിയാം അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തേക്കുന്ന ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്, അങ്ങനെയും കാണാറുണ്ട് കേട്ടോ. ഇനി ലീവ്സിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ലീവ്സ് ഓൾട്ടർനേറ്റ്ലി അറേഞ്ച് ചെയ്തേക്കുന്ന ലീവ്സ് ആയിരിക്കും. സാധാരണ സിമ്പിൾ ലീവ്സ് ആണ് അതിനകത്ത് കാണാറ്. വളരെ റെയർ ആയിട്ടാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് കാണാറുള്ളത്. അവരുടെ വീനേഷൻ വന്നിട്ട് റെറ്റിക്കുലേറ്റ് ടൈപ്പ് ഓഫ് വീനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അവർ എക്സ്റ്റിപ്പുലേറ്റ് ആയിരിക്കും. അവരെ പീറ്റിയോളിൽ സ്റ്റിപ്യൂൾസ് ഉണ്ടാവാറില്ല കേട്ടോ. അവര് സ്റ്റിപ്യൂൾസിൽ പീറ്റിയോളിൽ സ്റ്റിപ്യൂൾസ് ഉണ്ടാവാറില്ല ലീവ്സിന്റെ കേസിൽ. ഇനി അതിന്റെ ഫ്ലോറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കിയാൽ ഇൻഫ്ലോറസൻസ് ഒന്നുപോലെ സോളിറ്ററി ആയിട്ടായിരിക്കും കാണുക, അല്ലെങ്കിൽ സോളിറ്ററി എന്ന് പറയുന്നത് സിംഗിൾ ഫ്ലവർ ആയിട്ട്, സോളിറ്ററി ആക്സിലറി, അതായത് ലീഫിന്റെ ആക്സിസിൽ അല്ലെങ്കിൽ ഒരു ആക്സിലറി റീജിയനിൽ സിംഗിൾ ഫ്ലവേഴ്സ് ആയിട്ട് കാണും. അല്ലെങ്കിൽ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് കാണാറുള്ളത്. സൊളാന നിഗ്രത്തിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് കാണാം. ഞാനിവിടെ കാണിച്ചു തരാം സൊളാന നിഗ്രത്തിന്റെ സൈമോസ് ഇൻഫ്ലോറസൻസ്. കണ്ടോ, ഇത് നോക്കിക്കേ. ഇവിടെ ഫസ്റ്റ് ഉണ്ടായ പൂ ഇതാണ്, വലിയ പൂ കണ്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പൂക്കൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ടിപ്പ് വന്നിട്ട് ആ ഫ്ലോറൽ ഷൂട്ടിന്റെ ടിപ്പ് വന്നിട്ട് ഒരു ഫ്ലവറിലാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അതായത് ബേസിപീറ്റൽ ഓർഡറിലായിരിക്കും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നുപോലെ അത് സോളിറ്ററി ഫ്ലവേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അത് സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആയിരിക്കും കാണിക്കുന്നത്. ഫ്ലവർ വന്നിട്ട് ബൈസെക്ഷൽ ഫ്ലവർ ആയിരിക്കും, അതുപോലെ ആക്ടിനോമോർഫിക് ഫ്ലവർ ആയിരിക്കും. അവർക്ക് ബോത്ത് പെർഫെക്റ്റ് ഫ്ലവേഴ്സ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ്രീഷും ഗൈനീഷും ഒരു ഫ്ലവറിൽ തന്നെയായിരിക്കും. അതുപോലെ ആക്ടിനോമോർഫിക് ആയിരിക്കും. അതിന്റെ സിമെട്രി വന്നിട്ട് ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താലും അത് സെന്ററിൽ കൂടെ പാസ് ചെയ്ത രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിനാണ് ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ ഫ്ലവറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് ആയിരിക്കും. അതേപോലെ നമ്മൾ അതിന് ബ്രാക്റ്റ് ഉണ്ടാവാം, ബ്രാക്റ്റ് ഉണ്ടാവാതിരിക്കാം കേട്ടോ. ബ്രാക്റ്റ് ചില കേസിൽ ഉണ്ടാവാറുണ്ട്, ചില കേസിൽ ഉണ്ടാവാറില്ല. ഓക്കെ, അതാണ് സൊലാനേഷ്യയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. നമ്മൾ ഫാബേഷ്യയുടെ കേസിൽ ബ്രാക്ടീസ് പ്രസന്റ് എന്നാ പറഞ്ഞത്. ഇവിടെ ബ്രാക്ടേറ്റ് ആവാം, എബ്രാക്ടേറ്റും ആവാം. ഇനി അതിന്റെ കാലിക്സിന്റെ നേച്ചർ, അതിന്റെ സെപ്പൽസ് വന്നിട്ട് 5 സെപ്പൽസ് ആണുള്ളത്. സെപ്പൽസ് യുണൈറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. സെപ്പൽസ് പെർസിസ്റ്റ് ചെയ്യും, അതായത് അത് ഫ്രൂട്ട് ആയി കഴിഞ്ഞാലും ആ സെപ്പൽസ് അതിനകത്ത് പെർസിസ്റ്റ് ചെയ്യുന്ന കാണാം. അതായത് ഇതിന്റെ കേസ് ഓഫ് ബ്രിഞ്ചോൾ ആൻഡ് ഓൾ, ബ്രിഞ്ചോളൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലെ. ടൊമാറ്റോ, ബ്രിഞ്ചോള്, അതൊക്കെ ആ ഗ്രൂപ്പിൽ വരുന്ന. അതേപോലെ തന്നെ ചില്ലി, അതിനകത്തൊക്കെ നമുക്ക് ടൊമാറ്റോയിലും അതുപോലെ ബ്രിഞ്ചോളിലും ചില്ലിയിലും ഒരു തൊപ്പി പോലെ ഒരു പച്ച ഇത് കാണാറില്ലേ, അതാണ് അതിന്റെ സെപ്പൽ എന്ന് പറയുന്നത്. സെപ്പൽസ് പെർസിസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ സെപ്പൽസ് യുണൈറ്റഡ് ആണ്, അതുകൊണ്ട് ഗ്യാമോ സെപ്പലസ് കണ്ടീഷൻ ആണ് കാണുക. അതുപോലെ വാൽവേറ്റ് ഏസ്റ്റിവേഷൻ ആണ് സെപ്പൽസ് കാണിക്കുന്നത്. സെപ്പൽസ് വാൽവേറ്റ് ഏസ്റ്റിവേഷൻ, ഇംബ്രിക്കേറ്റ് ഏസ്റ്റിവേഷൻ കാണിക്കുന്നില്ല. പക്ഷെ ഫാബേഷ്യയിൽ നമ്മൾ ഇംബ്രിക്കേറ്റ് അല്ലെങ്കിൽ വാൽവേറ്റ് ഏസ്റ്റിവേഷൻ ആയിരുന്നു കണ്ടത്. സോ ദിസ് ഈസ് സെപ്പൽസ്, ഇറ്റ് ഈസ് ഷോയിങ് വാൽവേറ്റ് ഏസ്റ്റിവേഷൻ. അതേപോലെ തന്നെ കൊറോള, പെറ്റൽസ് 5 പെറ്റൽസ് ആണ് ഇതിനുള്ളത്. ഈ 5 പെറ്റൽസും യുണൈറ്റഡ് ആയിട്ടാണ്, ഗ്യാമോ പെറ്റലസ് കണ്ടീഷൻ ആണ്. അവർക്കും വാൽവേറ്റ് ഏസ്റ്റിവേഷൻ ആണ് കേട്ടോ, വാൽവേറ്റ് ഏസ്റ്റിവേഷൻ ആണ് ഇവർക്കും. അതേപോലെ ആൻഡ്രീഷ്യം കണ്ടോ, ഇതാണ് ആൻഡ്രീഷ്യം. ഈ ആൻഡ്രീഷ്യം പെറ്റൽസിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിന് എപ്പി പെറ്റലസ് ടൈപ്പ് ഓഫ് ആൻഡ്രീഷ്യം എന്ന് പറയാം. ആൻഡ്രീഷ്യം സ്റ്റേമൻ 5 സ്റ്റേമൻ ആണ് ഉള്ളത്. ഈ 5 സ്റ്റേമനും പെറ്റൽസിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ എപ്പി പെറ്റലസ് കണ്ടീഷൻ കാണിക്കുന്നു എന്ന് പറയാം. അതുപോലെ ഇതിന്റെ ഗൈനീഷ്യം വന്നിട്ട് ബൈകാർപ്പിലറി ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് ആണ്. ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡയഗണലി പ്ലേസ്ഡ്, ഇതുപോലെ ഡയഗണലി പ്ലേസ് ചെയ്തേക്കുന്നത്, അല്ലാതെ ഇങ്ങനെയല്ല പ്ലേസ് ചെയ്തേക്കുന്നത്. അതിങ്ങനെ ഡയഗണലി ആണ് പ്ലേസ് ചെയ്തേക്കുന്നതെന്നാണ് ഈ ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് എന്ന് പറയുന്നത്. ബൈകാർപ്പിലറി ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ്. 2 കാർപ്പൽസ് ആണ് ഇതിനുള്ളത് കണ്ടോ, 2 കാർപ്പൽസ് ആണ് ഇതിനുള്ളത്. അത് ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് ആണ്. ഇത് സിൻകാർപ്പസ് ആണ്. ഈ കാർപ്പൽസ് രണ്ടും ഫ്യൂസ് ചെയ്താണ് കാണുക. ഇതിന്റെ ഓവറി സുപ്പീരിയർ ഓവറിയാണ് കേട്ടോ. ഓരോ ഓവറിയും 2 ലോക്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ബൈലോക്യുലർ ആണ്. അതുപോലെ പ്ലാസന്റ വന്നിട്ട് സ്വെല്ലൻ പ്ലാസന്റയാണ്. ആ പ്ലാസന്റയിൽ ഒരുപാട് ഒബ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആക്സൈൽ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ആണ് കാണിക്കുന്നത് സൊളാനേഷ്യ ഫാമിലിയിൽ. ഇതിന്റെ ഫ്രൂട്ട്സ് വന്നിട്ട് ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എന്ന് നമുക്ക് നോക്കാം.
ബെറി ടൈപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലഷി അല്ലെങ്കിൽ പൾപ്പി ഫ്രൂട്ട്, അത് ഒരുപാട് സീഡ്സ് ഉള്ള ഫ്ലഷി അല്ലെങ്കിൽ പൾപ്പി ഫ്രൂട്ടിനെയാണ് ബെറി ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ടൊമാറ്റോ ഇതിനൊരു എക്സാമ്പിൾ ആണല്ലോ. ടൊമാറ്റോയിൽ നോക്കിയാൽ പൾപ്പി അല്ലേ അതിന്റെ ഫ്രൂട്ട്, അതിനകത്ത് കുറേ സീഡ്സും ഉണ്ട്, ആ ഫ്രൂട്ടിന്റെ ഉള്ളിൽ കുറേ സീഡ്സും ഉണ്ട്. ആ സീഡ് എഡിബിൾ ആണ്, നമ്മൾ കഴിക്കുന്നതാണ്. ബ്രിഞ്ചോളും അതേപോലെ തന്നെയാണ് അല്ലേ. അപ്പൊ ഫ്ലഷി ഓർ പൾപ്പി യൂഷ്വലി മെനി സീഡഡ് ഫ്രൂട്ട്. ഓക്കെ, ഈ ഫ്രൂട്ടില് പെരികാർപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്ന് കാണാം. ഈ എപ്പികാർപ്പും മീസോകാർപ്പും എൻഡോകാർപ്പും എഡിബിൾ ആണ് ബെറി ഫ്രൂട്ടിൽ കേട്ടോ. അതായത് തക്കാളിയുടെ ഒക്കെ അതിന്റെ പുറത്തെ തൊലിയാണ് അതിന്റെ എപ്പികാർപ്പ് എന്ന് പറയുന്നത്. മീസോകാർപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഫ്ലഷി പോർഷനാണ് അതിന്റെ മീസോകാർപ്പ് എന്ന് പറയുന്നത്. എൻഡോകാർപ്പ് എന്ന് പറയുന്നത് ആ സീഡ്സ് ഒക്കെ കാണുന്ന ആ ഭാഗത്ത് ഒരുമാതിരി ജെല്ലി പോലെ ഇരിക്കില്ലേ, അതിനെയാണ് അതിന്റെ എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എഡിബിൾ ആയിട്ടുള്ളതാണ് ഈ തരത്തിലുള്ള ബെറി ഫ്രൂട്ട് കേട്ടോ. ഇനി ക്യാപ്സ്യൂൾ ഫ്രൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാപ്സ്യൂൾ ഫ്രൂട്ട് സാധാരണ ഈ വെണ്ടയ്ക്ക, മറ്റേ ലേഡീസ് ഫിംഗർ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെയാണ് ക്യാപ്സ്യൂൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഫ്രൂട്ട് ഡ്രൈ ആയിട്ടിരിക്കും, അതിന്റെ ഉള്ളിൽ കുറേ സീഡ്സ് ഉണ്ടാവും. അതവിടെ നിന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് പല ലൈൻ ഓഫ് ഡെഹിസൻസ്, അത് കുറേ ലൈൻസ് ഉണ്ട് അതിനകത്ത് അല്ലേ. നമുക്കറിയില്ല വെണ്ടയ്ക്കയിൽ കുറേ ഇങ്ങനെ 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 ഒരു നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഓരോ ഇങ്ങനെ ഓരോ പീസ്, അത് കറക്റ്റ് വട്ടായിട്ടല്ലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഓരോ ലൈനും അവിടെ എല്ലാം പൊട്ടിയിട്ട് അത് ക്യാപ്സ്യൂള് പോയിട്ട് ഇങ്ങനെ പൊട്ടി വിടർന്ന് വരികയാണ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് നമ്മൾ ക്യാപ്സുലാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ബെറി ടൈപ്പ് ഫ്രൂട്ടും ഉണ്ടാവാം, ക്യാപ്സ്യൂൾ ടൈപ്പ് ഫ്രൂട്ടും ഉണ്ടാവാം. ഇതിനകത്ത് സീഡ്സ് കുറെ എണ്ണം ഉണ്ടാവും. എൻഡോസ്പെർമ സീഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക കേട്ടോ. എൻഡോസ്പെർമ സീഡ്സ് ആയിരിക്കും ഈ പറയുന്ന സൊലാനേഷ്യ ഫാമിലിയിൽ ഉണ്ടാവുക. ഇതിന്റെ ഫ്ലോറൽ ഫോർമുല വന്നത് നമ്മൾ പറഞ്ഞു, ഒന്നുപോലെ ബ്രാക്റ്റേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബ്രാക്റ്റേറ്റ് ആയിരിക്കും. അത് റെപ്രസെന്റ് ചെയ്തിട്ടില്ല ഇവിടെ. ഇനി ആക്ടിനോമോർഫിക് ആണ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബൈസെക്ഷൽ ഫ്ലവർ ആണ്. കാലിക്സ് ഗ്യാമോസെപ്പലസ് ആണ്, 5 എണ്ണാണ്. അത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. കൊറോള അതും അല്ലെങ്കിൽ പെറ്റൽസ് 5 എണ്ണാണ്, അതും ഫ്യൂസ്ഡ് ആണ്, അതായത് ഗ്യാമോ പെറ്റലസ് കണ്ടീഷൻ ആണ്. ഈ ആൻഡ്രീഷ്യം 5 എണ്ണാണ്, അത് പോളി ആൻഡ്രസ് കണ്ടീഷനിലാണ് കാണുന്നത്, അത് ഫ്യൂസ് ചെയ്തിട്ടല്ല കാണുന്നത്. പക്ഷെ ഇത് പെറ്റലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എപ്പി പെറ്റലസ് കണ്ടീഷൻ കാണിക്കുന്നതാണ് ഇത്. ഗൈനീഷ്യം സുപ്പീരിയർ ആണ്, 2 ഗൈനീഷ്യംസ് ആണ്, അത് രണ്ടും ഫ്യൂസ് ചെയ്ത് സിൻകാർപ്പസ് ടൈപ്പ് ഓഫ് ഗൈനീഷ്യാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ഈ ഓരോ ഓവറിയും 2 ലോക്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ തരത്തിലുള്ള പ്ലാന്റ്സിൽ കാണുന്നത്. ഇനി ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. മെനി പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി ആർ സോഴ്സ് ഓഫ് ഫുഡ്. അതിന് എക്സാമ്പിൾസ് ആണ് ടൊമാറ്റോ, ബ്രിഞ്ചോൾ, പൊട്ടാറ്റോ. അതുപോലെ ചില്ലി സോഴ്സ് ആയിട്ട് സ്പൈസ് ആയിട്ട് ചില്ലി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിസിൻ ആയിട്ട് ബെലാഡോണ, അശ്വഗന്ധ, ഇതൊക്കെ മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സൊലാനേഷ്യ ഫാമിലിയിലെ പ്ലാന്റ്സ് ആണ്. അതുപോലെ ഫ്യൂമിഗേറ്ററി ആയിട്ട് ടൊബാക്കോ യൂസ് ചെയ്യുന്നുണ്ട്. ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന പെറ്റൂണിയം ഈ ഫാമിലിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Solanaceae family. It is a large family commonly called as potato family. It is widely distributed in tropics, subtropics and even temperate zones. Vegetative characters are plants mostly herbs, shrubs and rarely small trees. Stem herbaceous, rarely woody. Aerial stem will be erect, cylindrical, branched, solid or hollow stem will be present in this group of plants. Then hairy or glabrous will be the stem. Underground stem in potato for the food storage, that is Solanum tuberosum. Leaves, they have alternate leaves, simple or rarely it will be pinnately compound leaves. They do not have stipules or exstipulate. Venation is reticulate. Floral characters, inflorescence, either it will be solitary flowers or axillary flowers or cymose type of inflorescence, as in Solanum. Solanum nigrathilana nammal cymose type of inflorescence appo yana diagram kaanichu thannu. Ini flowers are bisexual actinomorphic flowers because adinte flower round shape il irikkunna, adukonde adine adu actinomorphic aanu. Calyx, sepals 5 united persistent. Fruit form ചെയ്തതിനു ശേഷം ഇത് സെപ്പൽസ് കാണാൻ കഴിയും അല്ലെങ്കിൽ കാലിക്സ് കാണാൻ കഴിയും. അതിന്റെ എസ്റ്റിവേഷൻ വാൽവേറ്റ് എസ്റ്റിവേഷൻ ആണ്. കൊറോള, പെറ്റൽസ് 5 യുണൈറ്റഡ് വാൽവേറ്റ് എസ്റ്റിവേഷൻ. ആൻഡ്രീഷ്യം, stamens 5 epipetalous, it is attached to the petals. It is polyandrous condition കേട്ടോ. ഗൈനീഷ്യം ബൈകാർപ്പിലറി obligately placed. ബൈകാർപ്പിലറി രണ്ട് കാർപ്പൽ ഉണ്ട്, അതുപോലെ തന്നെ അത് ഒബ്ലിഗേറ്റ്ലി ഡയഗണലി പ്ലേസ്ഡ് ആണ്. സിൻകാർപ്പസ് ടൈപ്പ് ഓഫ് ഗൈനീഷ്യം 2 കാർപ്പലും ജോയിൻ ചെയ്താണ് കാണുക. ഓവറി സുപ്പീരിയർ ആയിരിക്കും, ബൈലോക്കുലർ ആയിരിക്കും. ഓരോ ഓവറിയും
രണ്ട് ലോക്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ചേമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലാസന്റ സ്വെല്ലൻ പ്ലാസന്റയാണ്, ഒരുപാട് ഒവ്യൂൾസ് അതിനകത്ത് കാണും. ആക്സൈൽ പ്ലാസന്റേഷൻ ആണ് ഇവർക്ക് ഉണ്ടാവുക. എക്സാമ്പിൾ ഫ്രൂട്ട്സ് ഇറ്റ് ഈസ് ബെറി ഓർ ക്യാപ്സ്യൂൾ. ബെറി ടൈപ്പ് ഓഫ് ഫ്രൂട്ടിനകത്ത് ഫ്ലഷി ആയിരിക്കും, അതിന്റെ എപ്പികാർപ്പും മീസോകാർപ്പും എൻഡോകാർപ്പും എല്ലാം എഡിബിൾ ആയിരിക്കും. ക്യാപ്സ്യൂൾ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് മെച്യൂർ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് റൈപ്പൻ ആയി കഴിയുമ്പോൾ ദാറ്റ് ഫ്രൂട്ട് ഇറ്റ് വിൽ ബിക്കം ഡ്രൈ. അത് ഡ്രൈ ആയി ഒരുപാട് ലൈൻ ഓഫ് ഡെഹിസൻസ് അവർക്കുണ്ട്. ആ ലൈൻ ഓഫ് ഡെഹിസൻസ്, അതായത് പല ലൈൻ ഓഫ് ഡെഹിസൻസ് ഉണ്ട്, അതെല്ലാം കൂടെ പൊട്ടിയിട്ട് ഒരു പൂ വിരിഞ്ഞു വരുന്ന പോലെ ആയിരിക്കും ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ നിന്ന് ഈ സീഡ്സ് പുറത്തേക്ക് പോവുക. അതായത് വെണ്ടയ്ക്കയിലൊക്കെ കാണുന്ന ഈ തരത്തിലുള്ള ഫ്രൂട്ടാണ് കേട്ടോ ക്യാപ്സ്യൂൾ. സീഡ്സ്, മെനി സീഡ്സ് ഇറ്റ് പ്രൊഡ്യൂസ് എൻഡോസ്പെർമസ് സീഡ്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്ലോറൽ ഫോർമുല വന്നിട്ട് ഇതാണ് ഇതിന്റെ ഫ്ലോറൽ ഫോർമുല. ഓക്കെ, ഇത് കാണിക്കുന്ന അഡ്ഹീഷനെയാണ്, ഈ ബ്രാക്കറ്റ് കാണിക്കുന്ന ഫ്യൂഷനെയാണ് അല്ലെങ്കിൽ കൊഹീഷനെയാണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ്, മെനി പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി ആർ സോഴ്സ് ഓഫ് ഫുഡ്, ദാറ്റ് ഈസ് ടൊമാറ്റോ, ബ്രിഞ്ചോൾ, പൊട്ടാറ്റോ, സ്പൈസ്, ചില്ലി, മെഡിസിൻ, ബെലാഡോണ, അശ്വഗന്ധ, ഫ്യൂമിഗേറ്ററി, ടൊബാക്കോ, ഓർണമെന്റൽസ്, പെറ്റൂണിയ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ലിലിയേഷ്യ ഫാമിലി. ഇനി നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ഫാമിലി ലിലിയേഷ്യ ഫാമിലിയാണ് കേട്ടോ. ലിലിയേഷ്യ ഫാമിലിയിലെ സാധാരണയായിട്ട് ലിലി ഫാമിലി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ലിലിയേഷ്യ ഫാമിലിയാണ് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിനെ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണുന്ന ഒരു പ്ലാന്റ് ആണ് ലിലിയേഷ്യ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സ് കേട്ടോ. അതിന്റെ ഡയഗ്രാണ് ഇതായി കൊടുത്തേക്കുന്ന 523 കൊടുത്തേക്കുന്ന ഡയഗ്രാം. എന്താ കണ്ടോ, ഉള്ളിച്ചെടിയൊക്കെ ലിലിയേഷ്യയിൽ വരുന്നതാണ് കേട്ടോ. ഒണിയൻ പ്ലാന്റ് ലിലിയേഷ്യയിൽ വരുന്നതാണ് കേട്ടോ. ഇതൊരു ലിലിയേഷ്യ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അതേപോലെ നമ്മൾ ഈ ഏപ്രിൽ ലിലി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് അത് ലിലിയേഷ്യയിൽ വരുന്നതാണ്. ഇതിന്റെ വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കിയാൽ അതൊരു പെരനിയൽ ഹെർബാണ്. അതായത് 2 കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്ന ഒരു ഹെർബാണ് ഈ പറയുന്ന ലിലിയേഷ്യ ഫാമിലിയിൽ വരുന്നത്. അണ്ടർഗ്രൗണ്ട് ബൾബ് അല്ലെങ്കിൽ കോം അല്ലെങ്കിൽ റൈസോം, ഇതൊക്കെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. നമുക്കറിയാലോ അണ്ടർഗ്രൗണ്ട് ബൾബ് എന്ന് പറയുന്ന എവിടെയാണ്, ഈ ഒണിയൻ കാണുന്ന അത് സോയിലിന്റെ അടിയിലേക്ക് അതിന്റെ ലീവ്സ് വളരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ആ ബൾബ് എന്ന് പറയുന്നത് അതിന്റെ ആ സ്റ്റെമ്മിന്റെ, അതായത് ഈ ഉള്ളിയുടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ഒരു നമ്മൾ നടുവിൽ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൈറ്റ് കളർ ചെത്തിക്കളയില്ലേ, അതാണ് കേട്ടോ അതിന്റെ ബൾബ് എന്ന് പറയുന്നത്. ആ ബൾബ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷനാണ്. അതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് ബൾബ് എന്ന് പറയുന്നത്. പക്ഷെ ആ ബൾബിനെ കവർ ചെയ്തിട്ട് കുറെ ഫ്ലഷി ലീവ്സ് ഉണ്ട്, അതാണ് നമ്മൾ ന്യൂട്രിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനെയാണ് കഴിക്കുന്നത്. സ്റ്റെമ്മിനെ നമ്മൾ മുറിച്ച് കളയാണ് ചെയ്യുക അല്ലെ. അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ് ബൾബ്. ആ സ്റ്റെമ്മിൽ നിന്ന് വേരിറങ്ങും. അതുകൊണ്ടാണ് ബൾബ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് ഈ ഉള്ളി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിനകത്ത് അതിന്റെ ആ സ്റ്റെം ഇരിക്കുന്ന ആ ഭാഗം കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് മുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്റ്റെമ്മിൽ നിന്ന് വേരിറങ്ങുന്നതാണ്. അപ്പൊ അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു ബൾബ് എന്ന് പറയാനുള്ള കാരണം. പിന്നെ ബൾബിനകത്ത് അറേഞ്ച് ചെയ്യുക, ബൾബിന് ചുറ്റും അത് സ്റ്റെമ്മിലല്ലേ ലീവ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിട്ടുള്ള ഈ ബൾബിൽ കുറേ ലീവ്സ് ഇങ്ങനെ ഇന്റർനോഡൽ എലോങ്ങേഷൻ ഇല്ലാതെ വളരെ അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഫ്ലഷി ലീവ്സ് ആണ് നമ്മൾ കഴിക്കുന്ന ഈ പറയുന്ന ഉള്ളി എന്ന് പറയുന്ന സാധനം കേട്ടോ. അതുപോലെ കോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേന, ചേമ്പ് അങ്ങനത്തെ അതിന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന, അതാണ് കോംസ് എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന ലിലിയേഷ്യ ഫാമിലിയിൽ വരുന്നതാണ്. അതേപോലെ റൈസോമിലും നമുക്ക് റൈസോമും കാണാൻ കഴിയും. അതായത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിട്ട് നമുക്ക് ഇപ്പോൾ വാഴയൊക്കെ ഉണ്ടല്ലോ, വാഴയുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം നമ്മൾ റൈസോം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒക്കെ ഈ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ വരുന്നതാണ്. അപ്പോൾ ലിലിയേഷ്യ ഫാമിലിയിലും ഈ പറയുന്ന പോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ബൾബും കോമും റൈസോമും ഒക്കെ ഉണ്ട്. ഇനി ലീവ്സ് മോസ്റ്റ്ലി ബേസലാണ്. അതിന്റെ ലീഫ് അറൈസ് ചെയ്യുന്നതാ നോക്കിക്കേ, അതിന്റെ ബേസൽ റീജിയനിൽ നിന്ന് അതിന്റെ ലീവ്സ് അറൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതാ നീണ്ടു പോണ അനുസരിച്ച് ഇതാ ഇങ്ങനെയൊന്നും ലീഫ് വരുന്നില്ല. ബേസൽ റീജിയനിൽ നിന്നായിരിക്കും അതിന്റെ ലീഫ് ഉണ്ടാവുന്നത്. ദ ലീവ്സ് ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി basal leaf and it will be seen in an alternate ഫോമിലായിരിക്കും കാണുന്നത്. അതുപോലെ അത് ലീനിയർ ആയിരിക്കും കേട്ടോ, നീളം കൂടുതലായിരിക്കും ആ ലീഫിന് നീളം കൂടുതലായിരിക്കും കേട്ടോ. ഇതാണ് ഇതിന്റെ ലീവ്സ് വന്നിട്ട് നീളം കൂടിയ ലീഫായിരിക്കും, ലീനിയർ ലീവ്സ് ആയിരിക്കും, വണ്ണം കുറവായിരിക്കും കേട്ടോ. അതേപോലെ എക്സ്റ്റിപ്പുലേറ്റ് ലീഫാണ്, സ്റ്റിപ്യൂൾസ് ഉണ്ടാവില്ല ഈ ലീഫിന്, സ്റ്റിപ്യൂൾസ് ഉണ്ടാവില്ല. പാരലൽ വീനേഷൻ ആയിരിക്കും അവർക്ക് കാണുക, കാരണം അത് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ് ആണ്. ഇനി അതിന്റെ ഫ്ലവറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതിന്റെ ഇൻഫ്ലോറസൻസ്
ഈ ഫ്ലവർ ഒന്നുപോലെ സോളിറ്ററി ആയിട്ട് കാണാം കേട്ടോ, അതായത് സിംഗിൾ ഫ്ലവർ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അത് സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് കാണിക്കുന്നത്, അതായത് അമ്പലേറ്റ് ക്ലസ്റ്റേഴ്സ് ആണ് കാണിക്കുന്നത്, അതായത് അമ്പൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. കണ്ടോ, ഇതാണ് അമ്പൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അമ്പൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിലുണ്ടല്ലോ, ഇത് നോക്കിക്കേ, ഇത് അതിന്റെ മേജർ ആക്സിസ് ആണ് കേട്ടോ. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്ത് ഇൻഫ്ലോറസൻസിന്റെ ആക്സിസിനാണ് അതിന്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഈ മേജർ ആക്സിസിനെ നമ്മൾ പെഡങ്കിൾ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ മേജർ ആക്സിസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പേരാണ് പെഡങ്കിൾ. ഓക്കെ, മേജർ ആക്സിസ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് പെഡങ്കിൾ. ഓക്കെ, അതേപോലെ തന്നെ ഈ പെഡങ്കിൾ റീജിയന്റെ ടിപ്പില്, അതായത് എല്ലാ പെഡിസെൽസിന്റെയും ബേസിലായിട്ട് കുറേ ഇങ്ങനെ ലീഫ് പോലത്തെ സ്ട്രക്ചർ കാണാം, അതായത് കുറേ ബ്രാക്റ്റ് പോലത്തെ സ്ട്രക്ചർ കാണാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻവോല്യൂക്കർ. ഇതിന് പറയുന്ന പേരാണ് ഇൻവോല്യൂക്കർ. ഓക്കെ, അപ്പൊ ഇൻവല്യൂക്കർ, പെഡങ്കിൾ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ അമ്പൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ കാണാം. ഉണ്ടോ, അമ്പൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇതാണ്. ഒരു പോയിന്റിൽ നിന്നാണ് എല്ലാ ഫ്ലവേഴ്സും അറൈസ് ചെയ്യുന്നത്. ഇതൊരു എന്താണ്, റിസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ വരുന്നതാണ് കേട്ടോ ഈ പറയുന്നത്, സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ വരുന്നതാണ് കേട്ടോ ഈ അമ്പലേറ്റ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്ലവേഴ്സ് വന്നിട്ട് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്, ആക്ടിനോമോർഫിക് ടൈപ്പ് ഓഫ് സിമെട്രി ആണ് ഫ്ലവേഴ്സ് കാണിക്കുന്നത്. പെരിയാന്ത് വന്നിട്ട് 6 ടെപ്പൽസ് ഉണ്ട്. അത് നോക്കിക്കേ, ഇതിന്റെ ഓരോ ടെപ്പൽ എന്ന് പറയുന്നത് ഇതാണ്, ഇത് ഓരോ ടെപ്പലാണ്. അതേപോലെ 6 ടെപ്പൽസ് ഉണ്ട്. 3+3 അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. 3 petals and 3 sepals fused together to form 6 tepals. ഇത് യുണൈറ്റ് ചെയ്തിട്ട് ഒരു ട്യൂബ് പോലെ കാണുന്നത് കണ്ടോ, ഇത് എല്ലാം കൂടി കൂടിയിട്ട് ഒരു ട്യൂബ് പോലെ ആയിരിക്കും ഈ ഭാഗം ഇരിക്കുന്നത്. ഇതിന് വാൽവേറ്റ് എസ്റ്റിവേഷൻ ആണ്, ഒന്നുമേയും ഓവർലാപ്പ് ചെയ്യാതെ വാൽവേറ്റ് ടൈപ്പിലാണ് ഇതിന്റെ എസ്റ്റിവേഷൻ കാണുക. ആൻഡ്രീഷ്യം വന്നിട്ട് 6 സ്റ്റേമൻസ് ആണുള്ളത്. ഈ 6 സ്റ്റേമനും ഈ പറയുന്ന ടെപ്പലിലേക്ക് അറ്റാച്ച് ചെയ്ത രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എപ്പിഫിലസ് കണ്ടീഷനാണ് കാണുക. ഇവിടെ എപ്പി പെറ്റലസ് എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്കറിയാം അത് എപ്പി പെറ്റലസ് അല്ല, എപ്പി ടെപ്പലസ് എന്നാണ് എഴുതിയേക്കുന്നത്. എപ്പി ടെപ്പലസ് അല്ലെങ്കിൽ എപ്പിഫിലസ്. ഓക്കെ, എപ്പി ടെപ്പലസ് അല്ലെങ്കിൽ എപ്പിഫിലസ്. എപ്പിഫിലസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് ആൻഡ്രീഷ്യം കാണിക്കുന്നത് കേട്ടോ. എപ്പിടെപ്പലസ് എന്ന് പറഞ്ഞാലും തെറ്റില്ല, കാരണം അത് ടെപ്പലിലേക്കാണ് അറ്റാച്ച് ചെയ്തത്, എപ്പിടെപ്പലസ് എന്ന് പറയാം കേട്ടോ. ഇനി ഗൈനീഷ്യം വന്ന് ട്രൈകാർപ്പലറി ഗൈനീഷ്യാണ്. ഇതിന് 3 കാർപ്പൽസ് ഉണ്ട്. ഈ 3 കാർപ്പൽസും ജോയിൻ ചെയ്താണ് കാണുന്നത്, സിൻകാർപ്പസ് കണ്ടീഷനിലാണ് കാണുന്നത്. ഓവറി വന്നിട്ട് സുപ്പീരിയർ ഓവറി ആയിരിക്കും. അതേപോലെ തന്നെ ഓരോ ഓവറിയും 3 ചേമ്പേഴ്സ് അല്ലെങ്കിൽ 3 ലോക്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രൈലോക്യുലാർ ആണ്. ഓരോ ഓവറിയിലും ഒരുപാട് ഒവ്യൂൾസ് കാണും. അതിന് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ് ഉണ്ടാവുക. ഓരോ ഓവറിയിലും ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തേക്കുന്ന അതിന്റെ ആക്സൈൽ റീജിയനിലാണ്. അതേപോലെ തന്നെ ആക്സിസ് റീജിയനിൽ അറേഞ്ച് ചെയ്തേക്കുന്ന ഈ ഒവ്യൂൾസ് ഓരോ ലോക്യൂളിക്കൂടെ ആയിരിക്കും കാണുക, അതായത് ഓവറി ലോക്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ് ഇവർക്ക് ഉണ്ടാവുക. ഇതിന്റെ ഫ്രൂട്ട് വന്നിട്ട് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ചിലപ്പോൾ ബെറി ആയിരിക്കാം ഇവരുടെ ഫ്രൂട്ട്. ക്യാപ്സ്യൂൾ എന്താ, ബെറി എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൊലാനേഷ്യ ഫാമിലിയിൽ ശ്രദ്ധിച്ചോളണം അത് കേട്ടോ. ഇനി സീഡ് എൻഡോസ്പോമ സീഡ്സ് ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക, കാരണം മോണോകോട്ടിലിഡിനസ് പ്ലാന്റ് ആണിത്. ഇനി ഇതിന്റെ ഫ്ലോറൽ ഫോർമുല നോക്കിയാൽ ബ്രാക്റ്റേറ്റ് ഫ്ലവേഴ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിന് ബ്രാക്റ്റ് ഉണ്ട് കേട്ടോ, സിംഗിൾ ഫ്ലവറിന് ബ്രാക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ആക്ടിനോമോർഫിക് ആയിരിക്കും, ബൈസെക്ഷൽ ആയിരിക്കും. പെരിയാന്ത് ഇറ്റ് ഈസ് പ്രസന്റ് 3+3. അത് ഫ്യൂസ് ചെയ്ത രീതിയിലാണ് കാണുക, അതായത് ഗ്യാമോ രീതിയിലായിരിക്കും കാണുക. ഗ്യാമോ ടെപ്പലസ് കണ്ടീഷനിലാണ് ഇത് കാണുക, അതായത് എല്ലാം ഫ്യൂസ് ചെയ്താണ് കാണുക. അതേപോലെ തന്നെ ഈ ആൻഡ്രീഷ്യം 3+3 അറേഞ്ച്മെന്റ് ആയിരിക്കും, അതായത് 3 ഓരോ ടെപ്പലിലേക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പെറ്റൽസും പെരിയാന്തും ആൻഡ്രീഷ്യവും തമ്മിൽ ജോയിൻ ചെയ്ത രീതിയിലാണ് കാണുക, അഡ്ഹിയർ ചെയ്ത രീതിയിലാണ് കാണുക. അതുകൊണ്ട് എപ്പിഫിലസ് കണ്ടീഷൻ അല്ലെങ്കിൽ എപ്പി ടെപ്പലസ് കണ്ടീഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഗൈനീഷ്യം വന്നിട്ട് സുപ്പീരിയർ ആണ്. ഇവിടെ സുപ്പീരിയർ എന്ന് വരച്ചിട്ടില്ല, അതുകൊണ്ട് ഈ ഗൈനീഷ്യത്തിന്റെ അടിയിൽ ഒരു വര വരയ്ക്കുക കേട്ടോ. ഗൈനീഷ്യം സുപ്പീരിയർ ആണ്. 3 കാർപ്പൽസ് ആണ് ഉള്ളത്. ഈ 3 കാർപ്പൽസും സിൻകാർപ്പസ് കണ്ടീഷൻ ാണ് കാണുന്നത്. അതേപോലെ ഓരോ കാർപ്പലും 3 ലോക്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലാസന്റേഷൻ വന്നിട്ട് ആക്സൽ പ്ലാസന്റേഷൻ ആണ് കേട്ടോ. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കിയാൽ പല പ്ലാന്റ്സും ഈ ഫാമിലിയിൽ വരുന്ന പല പ്ലാന്റ്സും ഓർണമെന്റൽ പ്ലാന്റ്സ് ആണ്. എക്സാമ്പിൾ ട്യൂലിപ്പ്, ഗ്ലോറിയോസ, ഇതൊക്കെ ഓർണമെന്റൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി അത് മെഡിസിനൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സും ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് അലോവെര, അതേപോലെ വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അസ്പെരാഗസ്, ഓണിയൻ, ഇതൊക്കെ വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോൾക്കിസിൻ ആയിട്ട് യൂസ്
ചെയ്യുന്നുണ്ട്. കോൾക്കിക്കം ഓട്ടുംനാലെ, ഇതും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ. കോൾക്കിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൾക്കിക്കം ഓട്ടുംനാലെ എന്ന പ്ലാന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫാമിലി ലിലിയേഷ്യ. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Liliaceae, commonly called the lily family, is a characteristic representative of monocotyledonous plant. It is distributed worldwide. Vegetative characters, they are perennial herbs with underground bulb or comb or rhizome. Leaves are mostly basal, alternate, linear, exstipulate with the parallel venation. Floral characters, inflorescence, it produces either solitary flowers or cymose type of inflorescence. In cymose type of inflorescence, they will show umbellate clusters. Means from one point from a single point all the flowers will be arised. Flowers are bisexual flowers, they are actinomorphic. Perianth, it is tepal 6 are there and it is arranged as 3+3. It is often united into a tube-like structure. It show valvate aestivation. Androecium is stamen, 6 stamens are there. It is showing 3+3 arrangement and it is epitepalous or epiphyllous condition. Gynoecium, it is tricarpellary, 3 carpels are present and it is syncarpous, means the carpels are fused together. Ovary is superior ovary, trilocular with axial placentation. Trilocular with many ovules with axial placentation, means each ovary is divided into 3 locules and it show axial placentation. Placenta is present in the axis and many ovules are arranged in this placenta. Fruit is capsule or rarely berry. Seeds are endospermous seeds. Floral formula is this one. It is a bracted flower. ഈ ഗൈനീഷ്യത്തിന്റെ അടിയിലൊരു വര കൊടുത്തോളണം. ഗൈനീഷ്യം superior ഗൈനീഷ്യാണ്. Economic importance, many plants belonging to this family are good ornamental plants like tulip, gloriosa. Source, it is used as source of medicine as aloe. It is used as vegetable as asparagus and the colchicine, it is used as colchicine, that is Colchicum autumnale. Okay, so this is all about the Liliaceae family. ഈ കോൾക്കിസിൻ ഒരു ഡ്രഗാണ് കേട്ടോ, അതായത് ഗൗട്ട് പോലത്തെ ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗാണ് കോൾക്കിസിൻ എന്ന് പറയുന്നത്. അത് കോൾക്കിക്കം ഓട്ടുംനാലെ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് കോൾക്കിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിലിയേഷ്യ ഫാമിലിയിൽ. അപ്പോൾ നമ്മൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാമിലീസിൻ്റെ ഡിസ്ക്രിപ്ഷനും ഇവിടെ പറഞ്ഞു. അതോടെ നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എൻഡ് ചെയ്യാണ് കേട്ടോ. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ വെജിറ്റേറ്റീവ് പാർട്സും ഫ്ലോറൽ റീപ്രൊഡക്റ്റീവ് പാർട്സും പഠിച്ചു. അതേപോലെ തന്നെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഡിഫറെൻറ്റ് ഫാമിലീസും പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ദ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.